ഹലോ, എടാ ഇവിടെ അമ്മയും പെണ്ണുമുള്ളുണ്ട്. നിങ്ങൾ പണിയേ താനായിട്ട് ഗ്രൗണ്ടിലേക്ക് വിട്ടു, ഞാൻ നൈസായിട്ട് വരാം കേട്ടാ. ഈ വഴി ബ്ലോക്കാണ്, സോറി. ഇവിടെ ബ്ലോക്കാണ്. എങ്ങോട്ടേക്കാ മോനെ മുട്ടിലെഴിഞ്ഞ്? കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക്. ഓണതൊക്കെ കൊള്ളാം. തിരിച്ച് 4 കാലിൽ വന്ന വീടിന് ചുറ്റും ആള് വേണ്ട കോരാൻ വേറെ ആളെയും കൊണ്ട് പോലെ. നമ്മൾ തന്നെ ഈ വീട്ടിൽ നടന്നിട്ട് കൂട്ടിമുട്ടലാണ്. ഇനി വേറൊരാളെ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു കൂട്ടിടി ആവൂലേ? അത് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാവൂലേ? അയ്യോടാ, ഞാൻ ഇന്നലെ ഒന്ന് കടയിൽ പോകാൻ വിളിച്ചപ്പോ അത് നിങ്ങൾക്ക് ജീൻസ് എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്തേ? അളവിനുള്ള ജീൻസ് പൈസയും കൂടി ഒരു കവറിലാക്കി എന്റെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് വരാൻ പറ്റിയാ? ഇപ്പൊ കൂട്ടുകാരന്മാരെ വിളിച്ചപ്പോ തുള്ളാൻ പോണു. അതെന്താടാ നീ പോകാഞ്ഞേ? കടയൊക്കെ എന്നിട്ട് അന്തം വിട്ട് കുന്തം പൊഴിക്കാതെ നിൽക്കാല്ലേ? അതിന് എണ്ണ കിട്ടൂല. നീ എന്തിനാ കുന്തം കഴിഞ്ഞോട്ട് ഇവിടെ? നിനക്ക് ഇഷ്ടമുള്ള ജീൻസ് എടുത്തൂടെ? ആ ബെസ്റ്റ് ജീൻസ് എടുക്കുന്നത് എനിക്കാണെങ്കിലേ തീരുമാനങ്ങൾ മുഴുവൻ ദൈവമുള്ളയാ. തീരുമാനോ? എന്ത് തീരുമാനം? പെരുമ്പാവൂരിൽ നിൽക്കണോ ആലുവയിൽ നിന്ന് നിൽക്കണോ തീരുമാനിക്കുന്നത്, ഏത് കടയിൽ നിന്ന് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഇനി കട കയറിയാൽ തന്നെ ഏത് ടൈപ്പില്ല ഏത് കളർ ജീൻസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി എന്റെ ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യുന്ന ജീൻസ് ഇട്ട് നോക്കാം, അത് പാകമാണെങ്കിൽ അതിന്റെ കാശ് കൊടുക്കുക. അതാണ് എന്റെ ആദ്യം ദൗത്യം. അതിന് ഞാൻ എന്തിനാ അളവിന്റെ ജീൻസും അതിനുള്ള കാശ് പോലെ? ഞാൻ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുത്തോ, ഞാൻ സെലക്ട് ചെയ്യണം. എന്റെ പൊന്നേ വേണ്ട. ഇനി ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത ജീൻസിന് അബദ്ധവശാലെങ്ങാനും ഒരു നൂലെങ്ങാനും പൊങ്ങിയ അപ്പ തുടങ്ങുന്നവള് അന്നേ ഞാൻ പറഞ്ഞാണ് ഇതെടുക്കല്ലേ എതിർക്കല്ലേ, അന്നേ ഞാൻ പറഞ്ഞാണ് അതെടുക്കെന്ന് പറഞ്ഞു തലക്ക് വെളിവിളവള് എന്റെ ശവപ്പെട്ടിയിലേക്ക് എടുക്കണ പോലെ ഞാനത് കേട്ടിട്ട് വരും. അമ്മച്ചിക്കൊരു കാര്യം അറിയോ? ഒട്ടുമിക്ക ഭർത്താക്കന്മാർക്കും വേണ്ടത് പുതിയ ഷർട്ടും കാലൊന്നല്ല, ഇതിങ്ങളെ കൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ പൊക്കോട്ടെ. മോളെ, നീ എനിക്ക് ബ്ലൗസിനുള്ളിൽ എടുത്ത് തരാന്ന് പറഞ്ഞില്ലേ? ആ കാശ് ഇങ്ങോട്ട് തന്നേക്ക്, അമ്മയ്ക്ക് എടുത്തോളാം. അല്ലെങ്കിൽ ഞാൻ കടയിൽ അന്തപ്പെട്ട കുന്തം പോലെ ഇരിക്കട്ടെ.